ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് 24 hours ഞാനൊരു ഓൾഡ് മാനായിട്ട് ജീവിക്കാനായിട്ട് പോവുകയാണ്. നരയൊക്കെ നാച്ചുറൽ ആയിട്ടുണ്ടോ? നെഞ്ചത്ത് ഇട്ടിട്ട് ഇരിക്കുന്നില്ല. ഇവിടെ ഇച്ചിരി കുറവാ. ഒരു എത്ര വയസ്സ് തോന്നും കണ്ട? ഇപ്പഴാ ഒരു 26 വയസ്സ് തോന്നിക്കല്ലേ. അല്ല, നരയൊക്കെ ഇട്ടല്ലേ പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ നരച്ചു. അതിലൊരു എത്ര വയസ്സ്? ഒരു 75 വയസ്സ്, 75-80 വയസ്സുണ്ട് എനിക്ക്. പേരെന്തിനോ പേരെന്തിനു വേണം? നിങ്ങളൊരു പേര് പറയും, അതിടാ. വേലായുധൻ. വേലായുധൻ. അച്ഛൻ എനിക്ക് പേരിട്ട് കേട്ടാ, വേലായുധൻ. വേലായുധ അപ്പൂപ്പൻ. വേലായുധന്റെ അപ്പൂപ്പന്റെ പേര്. അച്ഛന്റെ അപ്പൂപ്പന്റെ പേരല്ലേ വേലായുധൻ? അച്ഛന്റെ അപ്പൂപ്പനായിട്ടാ ഇന്ന് ഞാൻ അച്ഛന്റെ അപ്പൂപ്പനാണ്. ഓക്കെ, വേലായുധനാണ്. ഓക്കെ, ഞാൻ ക്യാരക്ടറിലോട്ട് കയറട്ടെ. അതായത് ഞാൻ ഇന്ന് 24 മണിക്കൂർ കഴിക്കേണ്ട ഫുഡ് വയസ്സായ ആൾക്കാർ. പുള്ളിയുടെ പരിപാടിയൊക്കെ അറിയാമോ? പാടത്ത് കൃഷിക്കാരനാ. ഇവിടെ കൃഷി കണ്ടല്ലോ പറയുന്നേക്ക്. നല്ല കൃഷിക്കാരെ വിളിക്കുന്നത് പണ്ടുള്ളവർ കങ്കാണി എന്നാണ് വിളിക്കുന്നത്. ഈ നോക്കി നടത്തിക്കുന്ന നല്ലൊരാളാ. മുതലാളിയല്ല, തൊഴിലാളിയുടെ നേതാവ്. പുള്ളിയാണ് ഈ ഇതെല്ലാം നോക്കി കണ്ട് കൃഷികൾ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ പണ്ടുള്ളവര് പേരിട്ടാണ് കങ്കാണി എന്ന് പേരിട്ട്, വേലായുധൻ എന്ന പേര്. പക്ഷെ എല്ലാരും വിളിക്കുന്നത് കങ്കാണി എന്ന്. ചീനി പുഴുങ്ങിയതൊക്കെ ആയിരുന്നു, ചേമ്പ് പുഴുങ്ങിയത്, ഇതൊക്കെ പുഴുങ്ങി തരണം. കഞ്ഞി, ചോറൊക്കെ ഇല്ല, അന്ന് കഞ്ഞിയാണ്. പഴകഞ്ഞി കുടിക്കാല്ലോ. പഴകഞ്ഞിയാ കുടിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് 24 hours പഴയ ആൾക്കാർ എങ്ങനെ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. വേലായുധൻ. ഞാൻ എന്നാ ക്യാരക്ടറിലേക്ക് കയറട്ടെ. ഓക്കെ, ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൂപ്പന് കഴിക്കാൻ രാവിലെ എന്താ വേണം? ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പം പറ്റത്തില്ല. അപ്പൂപ്പന് പഴങ്കഞ്ഞി വേണം. പഴങ്കഞ്ഞി വേണ്ടാ? പഴങ്കഞ്ഞി തൈരും മുളകും. നീ എവിടെ പോടാ കൊച്ചിർക്ക? മുക്കാനാ? ആരെ മുക്കാൻ? നീ ബാലകൃഷ്ണന് പറഞ്ഞാലേ നീ പോകുന്ന കാര്യം. വേലായുധമുണ്ട് കേട്ടോ. വേലായുധമുണ്ട്. അപ്പൂപ്പുണ്ട്. വാ, അമ്മ ഓരോ പഴകഞ്ഞി കുടിച്ചോണ്ട് സംസാരിക്കാം. കൊച്ചു കമ്പനികളാരൊക്കെ ഇതിപ്പോ അച്ഛന് പണിയായി. ഇന്ന് അച്ഛൻ പറഞ്ഞ അച്ഛന്റെ അപ്പൂപ്പനായിട്ട് ഇല്ല. വെയിലും പിടിച്ചോണ്ട് വീട്ടിൽ തിരികെ അറിയാം അവനക്ക്. വേലായുധ പോവാൻ പറഞ്ഞ മക്കള് കേക്കൂലേ? മക്കള് കേക്കുവോ ഇല്ലേ? അപ്പാപ്പനൊരു സ്നേഹമുണ്ട? അന്ന ഒരു ഉമ്മ അന്നേരം ഒരു കരടിയുടെ സൗണ്ട് എനിക്ക്. എന്നാ ബാ കയറി വീട്ടിനകത്തോട്ട് അമ്മ ഒരു പഴഞ്ഞു കുടിക്കാം. വരുന്ന പെണ്ണുമ്പിള്ള നിന്റെ പെണ്ണുമ്പിള്ള കൊള്ളാലോടി ഉണ്ട. എവരെ ഇത്തിരി എടാ പോടാന്നൊക്കെ വിളിക്കണമായിരുന്നു തോന്നിട്ട് കണ്ട അടിച്ചു വരയ്ക്കാൻ തേറ്റി പോയിരിക്കാൻ പറയാണ്. മക്കളൊക്കെ ഉണങ്ങി പോയല്ലടാ. അയ്യോ, എന്തോ തക്കുട് കൊണ്ടുവരാറിയോ കൊച്ചിലെ? ക്ഷീണിച്ചു പോയി. കഷ്ടപ്പാടാ അപ്പൂപ്പ, വെയില്. മക്കള് പണിക്കൊന്നും വേണ്ട. അപ്പാപ്പ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? എവിടെ? അപ്പാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പാപ്പ തിന്ന് പണിയും വിട്ട്. അല്ലാതെ മക്കൾക്ക് ഇപ്പൊ എന്തുവാ? മക്കള് തിന്ന് ചിരി. അതാ അയ്യോ ഇല്ലടേ. അയ്യെല്ലാം ബാങ്കിലുണ്ടോ? അതില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, മക്കൾക്ക് ഭയങ്കര വിശപ്പ് കേട്ടു. പഴങ്ങഞ്ഞേരി. അപ്പാപ്പന്റെ സൗണ്ട് ഒക്കെ കറക്റ്റ് തന്നെ. കൊള്ളാം. ഇഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ഒരു പഴങ്ങി പിടിക്കാം. നില്ലേ മക്കളെ, കൊച്ചിനെ പോലെ എന്റെ മോനെ ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ വരട്ടുമെങ്കിലും ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ വേണ്ടി വന്നാൽ നിന്നെ ചന്തി അടിച്ച് പൊട്ടിക്കും ഞാൻ. കേട്ടില്ലടാ? കുരുത്തക്കേട് നീ കാണിച്ച അപ്പൂപ്പനൊക്കെ ജയിലാക്കാം. പോതാ നീ പെട്ടെന്ന് വരീത്. മക്കളെ ഇനി കാണാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി ആൾക്ക് ശേഷം മക്കൾ കാണുന്ന അല്ലേ? അപ്പം വന്നത് മക്കൾക്ക് സന്തോഷം തന്നെ. സന്തോഷം.
അപ്പൊ എന്ത് ബാധ്യതയാവുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. സന്തോഷമാ. അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ വീട്ടിൽ ഉള്ളത് ഭയങ്കര സന്തോഷമാ. ഒന്നുമല്ലേ നമ്മളേക്ക് വഴക്ക് പറയാനും. വഴക്കേ പറയൂ, നീ പേടിക്കണ്ട. ആരാ നീ? കൊച്ചു പട്ടിയെ കൊണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് കടിക്കുന്ന സൈസാണോ? ഇല്ല ഇല്ല, അവന് സ്നേഹിക്കാനേ അറിയാവൂ. സ്നേഹം ചെണ്ടടിക്കുന്നാടാ. നടക്കും, കൊച്ചു നടക്കും നടക്കും. കൊച്ചു പറ്റിയാതല്ലോ, ഇത് കൊള്ളാലോ. പണ്ടൊന്നും ഈ സൈസ് ഇല്ലായിരുന്നു, ഇത് നല്ല സൈസ്. എടാ നീ നാടൻ കുത്തനാണോ? നാടൻ കുത്തനാണോ? അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നാ അവൻ കടിക്കും. എവിടെയല്ലോ കടിക്കോ? ഓ മക്കളെ, ആകാതെ ഉള്ള അപ്പൂപ്പന്റെ സമ്പാദ്യമായിട്ട് അതുകൂടെ ഇല്ലാതാക്കല്ലേ. പിള്ളേർക്കൊക്കെ കാപ്പി അപ്പൂപ്പ വേണ്ടെന്നാ. അവര് പഴങ്ങഞ്ഞി അങ്ങനെ കുടിക്കത്തില്ലല്ലേ. നമുക്ക് ഇതില്ലാതെ പറ്റത്തൂല്ല. നീ കരിച്ചല്ലടിയത്, നീ എന്തോ പണിയാടിയാ കാണിച്ച്. നീ അപ്പൂപ്പന്റെ അടുത്ത് വെടുമാത്താരും വിട്ടോണ്ടിരുന്നു കേട്ടോ, അത് കരിച്ചല്ലടി. അപ്പൂപ്പന്റെ കാര്യം അപ്പൂപ്പ അത് നീ ഇങ്ങനെയാണെന്ന് എന്റെ കൊച്ചിറക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നേ. വെറുതെ അല്ലാതെ ക്ഷീണിച്ചു പോയത്. അല്ല, അത് കരിച്ച് അപ്പൂപ്പ തിരിച്ചിടുമ്പോ ശരിയാവും. അപ്പൂപ്പന് ചുമയെ കൊള്ളതാ. സ്വന്തം കൊച്ചുമോന്റെ അടുത്താണോ സ്നേഹം? പിന്നെ സ്വന്തം പിന്നെ നാട്ടാന്റെ കൊച്ചുമോന്റെ അടുത്ത് പോകാൻ പരിപാടി. കൊച്ചുമോ അവിടെ പോയി തൈലം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ കാലിൽ മുട്ടത്തേക്ക് വയ്യാത്തോണ്ട്. തൈലം മേടിച്ച അതെങ്ങനെ ഇപ്പൊ പറയും? ലെറ്റർ അയച്ചാ മതിയാ? എഴുത്തയക്കണോ? ഇല്ല ഇല്ല, ഇപ്പൊ ഞാൻ വിളിച്ചു പറയാം, എനിക്ക് ഫോണുണ്ട്. ഫോണോ? ഓ മക്കളെ, അതൊക്കെ എന്ത് കണ്ടിട്ടില്ല അപ്പൂപ്പ അതൊന്നും. അപ്പൂപ്പന്റെ കൈ ഇരിക്കുന്ന കിഴങ്ങ. ഏയ് ഇത് അപ്പൂപ്പ അങ്ങനെ അപ്പൂപ്പന്റെ മണ്ടക്കാര് സംസാരിക്കല്ലേ. എന്തുവാടേ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇത് അപ്പൂപ്പ അത് കണ്ടിട്ടില്ലടേ. അപ്പൂപ്പ ക്യാരക്ടറിലാടേ. ഇത് വേറൊരാളെ പിടിച്ചേക്കുന്ന. സോറി അപ്പൂപ്പ. ആ അങ്ങ് മൂടങ്ങ് പോയി. ആ വോട്ട് ഇവിടെ കൊണ്ടുവരുന്നാ മതി. ഓ മക്കളെ, ഇവിടെ കറങ്ങുന്ന ആചാര്യെ കൊണ്ടാ. ഓ കറങ്ങുന്ന ആചാര്യ ഉണ്ട് അപ്പൂപ്പ. അപ്പൂപ്പന്റെ കൊച്ചുമോ മേടിച്ചതാ. ഒന്ന് കറക്കി ഒന്ന് വിടാവോ? അടിപൊളി. കൊള്ളാം കേട്ടോ. ഇത് പാടത്തോട്ട് കൊണ്ടുപോയിട്ട് തിരക്കാരുത്. രമണിയുടെ കൂടെ അപ്പൂപ്പന്റെ കോഴി സ്വഭാവം. ആരാ? രമണിയാ? പിന്നെ രമണി തങ്കോണി എല്ലാരും ഉള്ളിയായിരുന്നാ പണ്ട്. നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന കൊയ്തെടുക്കൂലായിരുന്നാ. എട് പെട്ടെന്നാവട്ടെ. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാലേ അവളെ സമയം അങ്ങ് പോകും കേട്ടോ. അപ്പൂപ്പനെ ഒരു ഇടത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. അപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. നല്ല പഴം കേട്ടോ. അപ്പൂപ്പ കഞ്ഞി കുടിക്കാനൊക്കെ മക്കളപ്പൂപ്പനല്ലേ, മക്കളെ നോക്കാളാ. നീ തന്നെ തിരിഞ്ഞു നോക്കിയാ നീ. അതെ, അപ്പൂപ്പ എവിടെ തിരക്കിയ? അപ്പൂപ്പ കുഴിയൊക്കെ ഇടിച്ചു ആരെങ്കിലും അറിഞ്ഞു. ഒരു പിടി തരട്ടെ അപ്പൂപ്പ. വേണ്ട അപ്പൂപ്പ കുടിച്ചാ അത് ജനിച്ചു വേണം അവിടെ പിടി തിന്നെ. ഓ വേണ്ട, മക്കളാ. അപ്പോ വന്ന സ്ഥിതിക്ക് ഒന്നും തരാതെ പോകുന്നത് ശരിയല്ലല്ലേ മക്കളെ കൊണ്ട്. പറ്റിച്ചേ ഒന്നുകൂടെ തിന്നോ. ഇത് തരാം, ഇത് തരാം, തരാം. പിന്നെയും പറ്റിച്ചേ. ഇത് അപ്പൂപ്പ തമാശ കളിച്ചല്ലേ. വല്ലാത്ത വാർന്ന അതിന്റെ ആ പാവപ്പെട്ടവന് കൊണ്ടുവന്നേ കൂടെ തിന്ന് രണ്ടുപേരും കൂടെ. 7-8 മക്കളാണുള്ളത്. പിന്നെ പൊടിച്ചിടാ പോലെ ഇത് പിന്നെ പൊടിച്ചിടാ പോലെ ഇളയവൻ നല്ല സൂപ്പർ ഇറങ്ങനാട്ടോ. മക്കൾക്ക് കിട്ടിയത് ഭാഗ്യമാ. അപ്പൂപ്പനെ കണ്ട ഓർമ്മയുണ്ടായിരുന്ന പണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ചെറുതായിട്ടുള്ള ഓർമ്മയുണ്ട്. നമ്മള് പണിക്ക് മുമ്പ് എന്നും ബൈലിൽ കൊണ്ടുവരുന്ന പിന്നെ അവിടെ കൊണ്ടുവരുത്തി അവരെ തോട്ടിന്റെ കരയെ കൊണ്ട് തൂർച്ച് ചന്ത ഒഴിവ് കൂടി ഞാനല്ലായിരുന്നാ. എനിക്ക് അത്ര ഓർമ്മയില്ല. കുടിക്കാം. ഒരു പറ്റും കളയല്ലേ ഈ അരിയൊക്കെ. ഇവിടുത്തെ ഇതൊക്കെ ആന്ധ്ര അരിയല്ലേ. പണ്ടൊക്കെ നമ്മള് വിതയ്ക്കൂലേ ഞാനും തങ്കോണിയും കൂടെ. തങ്കോണിയെ പിന്നെ തങ്കോണി ആ കറി ഏതാന്ന്? നിന്റെ അപ്പൂപ്പനെ അറിയാവോ? എന്നാ എനിക്കറിയാം. കഥകള് പറയട്ടാ. ഇപ്പോഴത്തെ അമ്മരെ ശരിയാ. ഓ ഇന്നിനിപ്പോ പാടത്ത് പോയി കളക്കാനൊന്നും വയ്യ. ഞാൻ ഒന്ന് കിടക്കട്ടെ.
ഭയങ്കര ക്ഷീണം മക്കളെ. തീർന്ന ഒരു പഴകഞ്ഞിയില് തീർന്ന ഇതെവിടെ ഇപ്പൊ കൈ ഇടുന്ന തോട്ടി പോട്ടാ? ഞാൻ ക്യാരക്ടർ പിടിക്കുന്നുണ്ടോ നല്ലതൊക്കെ ഉണ്ടാ? ആ പഴയ സ്വഭാവം തന്നെ അതല്ല, ഇങ്ങനെയൊന്നും ഇല്ല, ഇത്രയില്ലായിരുന്നു. എടാ വാഴി വരുന്ന നീ അഹങ്കാരം പിടിച്ച അപ്പൂപ്പനല്ലേ നീ വാഴുവയാ ഞാൻ തൊഴി. വാഴുവയാ മക്കളെ. എടാ പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞ് എടുത്തോണ്ടതാണ്. പ്രഷർ കൂടാനുള്ളതും കുറേ ഉള്ളതും രണ്ടും വേണം. ആ അപ്പൊ യോഗ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിടിച്ച് കാണിച്ചു തരാം. അവൻ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണെന്ന് കേട്ടെ. ഇത് സംഭവം ഇത് തന്നെ. ഗുളിക ഇതാ ആ ഗുളിക കേട്ടാ. വൈകുന്നേരം ഏത് ദിവസം? വെള്ളിയാഴ്ച ദിവസം വന്നു മുട്ടായി പിടിക്കാൻ പോണ ആശുപത്രി. ശരിയാണോ? എന്നാ പിന്നെ അടുത്ത ആഴ്ച പോവാല്ലേ? അപ്പൊ അങ്ങോട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. കട്ടിലൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, തറകള. പിന്നെ എത്ര ക്ലാസ് വരെ പഠിച്ചായിരുന്നു? പഴയ ഒന്നാം ക്ലാസ്. ഇത്ര മണി ചോട്ടിട്ടാ മക്കളെ. അയ്യോ ഇരുത്തട്ടെ. പണ്ട് നിന്നെ എന്തോരം എന്റെ മടി കൂട്ടാണ് അപ്പൂപ്പനെ ആളൊക്കെ വെളുപ്പിക്കുന്ന പണ്ട് കൊറേ എടുത്തല്ലേ അപ്പൂപ്പനെ വെച്ചിട്ട് എട്. മുട്ടുവനെ എടുക്കുന്ന ഇല്ലല്ല, കുഴപ്പമില്ല. എന്റെ കൂടെ പഠിച്ച ബാറുവായി അവന്റെ പടമൊക്കെ വന്ന് കേട്ടു. എന്റെ ബാലേഷന്റെ മോനായിട്ട് ഞാൻ ചെയ്യുന്നില്ല. എന്നാ നല്ല തങ്കപ്പെട്ട ഒരു ചെറുകനായി സുധാരായി പടമായി. അമ്മക്കൊക്കെ ഇനി എന്നാ അടിച്ചു വെച്ചിരിക്കുന്ന പോവൂല. അപ്പൊ അങ്ങനെയൊന്നും പോവൂല. മക്കളെ കൊണ്ടേ പോകും. അത് ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടാ. മക്കൾ എന്തിനാ ചെയ്യുന്ന ഇപ്പൊ ജോലി? കിളക്ക അപ്പന്റെ അതേ പണ്ട് പിന്നെ മിഷൻ വെച്ചാ കിളക്കുന്നേ മിഷൻ. പണ്ട് നമ്മളെ തൂമ്പാലേ. നീ എന്തിനായാലും നമ്മുടെ പാത പിന്തുടരുന്നത് അതില് അപ്പന് സന്തോഷമുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഇതുവരെ ഒന്ന് കാറി കേറിയിട്ടില്ല കേട്ടാ. എന്നെ ഒന്ന് കാറി കയറ്റി ഒന്ന് ചുറ്റാവോ? ഒന്ന് കറക്കി ഒന്ന് കാണിക്കാവോ ചുറ്റും? അപ്പൂപ്പനെ പോയി ചായ ഒക്കെ മേടിച്ചരാം. മക്കളെ പോയിട്ടെ. എന്റെ അണ്ടർ മുണ്ട് ഒരു പോണ്ട് അതുകൂടെ എടുത്താ തോട്ടിക്കൊണ്ടേ കഴിവ. അതുകൂടെ കഴിയിട്ട് ഞാൻ വരാം നമുക്ക്. എന്താ പറയുക? നിന്നെ മക്കളെ കൊണ്ടൊന്നും കഴിക്കുന്നില്ല. അത് നമ്മുടെ ഇതിന് ചേർന്നതല്ല അല്ലേ, നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. അവനവന്റെ ഷഡ്ഡി അണ്ടർവെയറും മുണ്ടും അവനവൻ കഴിവണം കേട്ടോ. പിന്നെ കോളകമല്ലേ? കോളകം ഇപ്പൊ ഏതാ കിട്ടും? എയറോപ്ലെയിൻ കിട്ടും. ഇപ്പൊ മറ്റേ കിട്ടൂല. ഇപ്പൊ വെള്ളമായിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും. പണ്ടായിരുന്നു കോണകം, അതിപ്പോ കിട്ടാനില്ല. പണ്ട് കൃഷി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തെ കോണകം കെട്ടിക്കല്ലി കൃഷി ചെയ്തു. അപ്പൊ നീ അപ്പാപ്പന്റെ കോണാൻ നോക്കി ഇരിക്കുവായിരുന്നില്ലേ അവിടെ? നിനക്ക് നിന്നെ ടൂറിസ്റ്റ് ചന്തയിൽ വെച്ചാ ഓർമ്മയില്ല, അപ്പാപ്പന്റെ കോണാൻ കണ്ട് ഓർമ്മയുണ്ടല്ലേ? നന്നായിട്ടിരിക്കട്ടെ. ഇതിനകത്താണോ ഈ പടം എല്ലാം പിടിക്കുന്ന? അതാ ഇപ്പൊ എടുത്ത് വെച്ചാൽ അപ്പൂപ്പന്റെ ഇനിയുള്ള തലമുറയ്ക്ക് വരുമ്പോ കാണാം. ഇത് കാണാം. ഇപ്പൊ പടം പിടിക്കുവാ. അപ്പാപ്പനെ ഒന്ന് വണ്ടി കയറ്റി ഒന്ന് കറക്കാവോ? വൈകുന്നേരം ആവാ അപ്പാപ്പൻ പോവും. എവിടെ പോവും? ചത്തുപോയി. എന്ത് ജീവിച്ചിരിക്കൂ അമ്മക്ക്? ആ തോട്ടി പോവാ അമ്മക്ക്. വെള്ളമൊന്നും കൊള്ളത്തില്. പണ്ടത്തെ ഇപ്പൊ വെള്ളമൊക്കെ കുറവാ. ആന്നോ? കൊള്ളത്തില്. പണ്ട് ചൂറിയൊക്കെ പിടിക്കും. വയസ്സാ ഇവിടെ അതിന് വെള്ളം എങ്ങനെയാ? വെള്ളം ഇവിടെ ഉണ്ട്. ഇപ്പൊ കൊച്ചുവനെ വിളിച്ചോണ്ട് പോ. അണ്ടൂർ എല്ലാം എടുത്താ? എല്ലാം ഉണ്ട്. മുറ്റത്ത് കല്ലൊന്നും ഇല്ല. ഓണ്ട കല്ല് ഇപ്പൊ ഇതൊക്കെയാ ഇങ്ങനൊക്കെ അവിടെ എല്ലാം ഉണ്ട്. എന്തൊക്കെയാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന തമ്പുരാനെ? അപ്പൊ അങ്ങോട്ട് കേറി അങ്ങോട്ട് കഴിവ്. കല്ലെവിടെ? ഇതാ കല്ല്. ഓ അതാ കല്ല്. മറ്റേ പാറക്കല്ലില്ലേ വലിയ? ആ പാറകല്ല് അതിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. പണ്ട് പ്രതിഭേ പണ്ട് നമ്മളാ മെരുപാറ ജടാപാറ പണ്ടേ പോയി അടിച്ചെഴുതുന്ന ഓർമ്മ അവിടെ കഴിവ്. പിന്നെ താഴെ തോട്ടിലല്ലേ എഴുതുന്നത്? അതാ സപ്പോർട്ട് ചെയ്യാത്താണ്. അതങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല എന്റെ പാടി ഞാൻ തരാം. മകളെ ഇതിപ്പോ എവിടെ വെള്ളം വരുന്ന? അതിനകത്ത് തൊഴുതാ മതി. തമ്പുരാനെ മകളെ കുറച്ച് വെള്ളം
ഒന്നിലുള്ള പ്രതിയെ ഒന്നുകൂടെ അങ്ങനെ ബഹുമാനത്തോട് വെള്ളം വന്നില്ല. അല്ല തക്കോടി കാത്തിട്ടല്ലേ തക്കോടി ഏത് തക്കോടി? ആ തക്കോടി കാത്തില്ല ഇന്ന് പതിക്കും കിണറടുത്ത ഞാൻ പൊക്കരുതെങ്കിൽ ഈ ചെറുക്ക പറഞ്ഞതൊക്കെ ചെയ്തോളാം കേട്ടാ. എന്റെ തങ്കോടി ഞാൻ മിസ് ചെയ്യുക. തങ്കോടി കണ്ടായിരുന്നേ അവര് നന്നായിരുന്നു എവിടെയാ ഇറങ്ങി அப்படி போடு 12 കൊല്ലം മുമ്പ് എങ്ങനെ മേടിച്ചോ അതുപോലെ തിരുമ്പി വന്നിട്ടേ കമാലി. എന്നാ തുണിയെ കഴിവേട്ട നമ്മ ബിരിച്ച അപ്പൂപ്പ തുണിയെ കൊടുത്തോണ്ട് അപ്പൂപ്പനെ തിരിച്ചു പോകുമ്പോ മക്കൾക്ക് തന്നിട്ട് പോകാൻ കേട്ടത്. അപ്പൂപ്പൻ കൊണ്ടുപോകത്തില്ല. മക്കളെടുത്തോ എടാ പൂച്ചു വെച്ചേക്കടാ. 15 കൊല്ലമായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഇനി നിന്റെ കൂടെ ഒരു 15 കൊല്ലം കാണും. ആ എന്റെ മക്കൾ എന്നെ കൊണ്ട് ഒരു ടൂർ പോവാട്ടോ. അപ്പൂപ്പൻ വന്നതിന്റെ സന്തോഷത്തി അല്ലേ? അപ്പൂപ്പൻ ഇതൊക്കെ ഓർമ്മയുണ്ട്. പാളയല്ലേ ഇത്? അയ്യോ പണ്ട് എന്തോരം പാളയര് നിറയിട്ടുണ്ടെന്നറിയോ? എങ്ങനെ ഇരിച്ചു ഇതിനകത്ത്. ആ അടിപൊളി. ഓയോ കറങ്ങ് കറങ്ങ്. ഇവര് കൂടരുത്. അപ്പാപ്പനെ വഴികളിൽ പോയല്ലേ. ഇവിടെ കല്ല് ഭയങ്കര ചൂട് കേട്ടോ. ആ മക്കള് ബാക്കിലോട്ട് കയറിക്കോ. അപ്പൂപ്പനെ ഓടിക്കലാ. ഗേറ്റ് വന്നു. ഓടായി ഓടായി. ഇനി എന്തെങ്കിലും ചെയ്താൽ മതി. മന്ത്രം പറഞ്ഞാലും മതി. ഞാൻ പോകും. ഇത് പിടിച്ച് തിരിച്ചാൽ മതിയാ. പോകുമോ വണ്ടി? സീറ്റ് ബെൽറ്റ് ബെൽറ്റാ? ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് എങ്ങനെ മക്കളെ? ആ ബെൽറ്റ് അല്ല. ഇവിടെ അവിടെ സാധനം ഉണ്ട്. അല്ലെ പെറ്റി കിട്ടും. പെറ്റി മാത്രം സുരക്ഷ. മക്കൾ വെച്ചോ. ഇല്ല ഞാൻ വെക്കണ്ടല്ലോ. ഇവിടെ ഇട്ടാൽ അപ്പൊ കെട്ടി മുറുക്കണം. ഗിയർ ഇട്. ഏതാ ഗിയർ? വേണ്ട ഇതാ. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇട്. കച്ചവടണ്ടേ? മക്കൾക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇല്ല എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്നെ ഓടിക്കതാ. അങ്ങനെ അപ്പൂപ്പനെ അറിയാൻ കേട്ടാ. മക്കളെ പരീക്ഷയാണ്. നമുക്ക് തങ്കോടിയുടെ വീട്ടിന്റെ സൈഡേ പോവാം. തങ്കോടിയുടെ പോട്ടെ. പാല് കൊണ്ട് പോകാട്ടെ. തങ്കോണി ഇപ്പൊ അവിടെ കാണുമോ? തങ്കോണിയാ? തങ്കോണി എവിടെ കാണത്തില്ല. തങ്കോണിയൊക്കെ പോയില്ലേ? തങ്കോണിയുടെ മോളവിടെ ഉണ്ടാ. വലിയ വണ്ടി. ഇത് ബസ്സാ? ഇത് ബസ്. പഴയ SRM. എത്ര ടയറാ മോനെ ഇതിന്? 3. നമുക്ക് അത്രയും ടയറില്ലല്ലോടാ. മക്കൾ ഇതിനകത്ത് 2 ടയർ കൂടെ വെച്ചിട്ട് അവനെ പൊട്ടിയിരി. നമുക്ക് ആകെ അങ്ങ് മാറിപ്പോയേട്ടാ. ആൾക്കാരൊന്നും ഇല്ലല്ലേ? ഞായറാഴ്ച അതിപ്പോ മൊത്തം 3 വീലുള്ള വണ്ടിയൊക്കെ അല്ലേടാ കുമാരി. പണ്ട് മറ്റേ കാളയായിരുന്നു. അതൊക്കെ ഇപ്പൊ 3 വീലാക്കി. കൊള്ളാം കൊള്ളാം. പോലീസല്ലേ നിൽക്കുന്ന മക്കളെ. അപ്പൂപ്പൻ ലൈസൻസ് ഒന്നും ഇല്ല കേട്ടാ. ആകെ ഒരു കോളാരും ആധാരം മാത്രമേ ഉള്ള മേടിച്ച. ആകെ എന്തോ പറ്റിയിരിക്കുന്നു. കുഴപ്പമില്ലാട്ടാ. അപ്പാപ്പനെ ഇന്നും കൂടെ ഒന്ന് സഹിച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോ അപ്പാപ്പന്റെ വഴിയെ പൊക്കോളാം. വേലായത് അപ്പൂപ്പ ഇനി വരൂല. നമ്മടെ പോലീസ് സ്റ്റേഷനാണ് ഇവിടുത്തെ. പണ്ട് ഇവിടുത്തെ വീട് കോപ്പിളിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അപ്പൂപ്പ ഇവിടെ വയലിൽ പണ്ടത്തെ കൃഷി ചെയ്തെടുത്ത് പോവാണ്. കൃഷി ചെയ്ത എന്റെ വയലൊന്ന് നോക്കിട്ട് വരട്ടെ വെറുതെ. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിട്ട് വരാം. പണ്ട് നമ്മളെ പഠിച്ച സ്കൂളിൽ അതുകൊണ്ട് അത് കാണിച്ചു പോയാ പിള്ളേരുടെ പടം കൊണ്ട് പിടിയങ്ങോട്ട്. ഞാൻ പണ്ട് നമ്മള് പഠിച്ച സ്കൂളാ MG സ്കൂള്. കണ്ടാ MG സ്കൂള്. എന്റെ വലത്തോട്ട് പോകണമായിരുന്നു നമ്മുടെ തൊടിയിലോട്ട്. പിന്നെ പിടിച്ചാലും തൊടിയിലോട്ട് പോട്ടോ. അതവന്റെ തൊടി കാണാൻ എന്തായാലും പോവാ. അപ്പാപ്പന്റെ പണ്ടത്തെ ജീവിതം എങ്ങനെയായിരുന്നത് ഇപ്പോഴത്തെ പിള്ളേർമാര് കാണണം. ഞാൻ കാണിച്ചു തരാം. അത് അവിടെ ഗ്രൗണ്ട് അല്ലായിരുന്നു നമ്മുടെ സ്റ്റേഡിയം. അതൊന്നും പണി തീർന്നില്ലേ? പണ്ടോട്ട് അവിടുന്ന് പണി തീർന്നില്ലേ ഇതുവരാ? ഇമാരൊക്കെ ഇവിടെ എന്തിനാ ചെയ്യുന്ന? മാർച്ച കുറെ ഇരുന്ന് പൈസ മേടിച്ചല്ലോ. അതിന്റെ പഞ്ചായത്തിന്റെ പൈസ ഒക്കെ എന്ത്?
ഇറങ്ങ്, നമ്മളെത്തി. നമ്മളാ പണ്ടത്തെ വയലെത്തി കേട്ടോ. കാണിച്ചുതരാം മകളെ, വാ കാണിച്ചുതരാം. എന്താ കേട്ടോ, ഇതെല്ലാം പണ്ട് അപ്പൂപ്പൻ കിളച്ചത്. ഇപ്പൊ ആരും കൃഷി ചെയ്യാനൊന്നും ഇല്ല. ആയിരിക്കും പയ്യ, ഇപ്പൊ കൃഷി ചെയ്യാനൊന്നും പയ്യ. എല്ലാം കൊണ്ട് മൊത്തം പൂച്ചയും കാടും കയറി നടക്കുക. ഓ പശു തോണ്ടേ ഓടിപ്പോയിട്ട് എന്റെ അകിടി പിടിച്ചൊരു വലി വലിച്ചിട്ട് വരാവൂ. ആ തൂമ്പെത്തി ഞാൻ കളയ്ക്കാൻ പോവുക. ഇതൊന്നും കണ്ടിട്ട് അപ്പാപ്പൻ ഇങ്ങനെ നോക്കിയിരിക്കരുത്. മാറാർക്കാ തൂമ്പ എടുത്തോളൂന്നില്ലേ ചായ കുടിക്കാൻ പറഞ്ഞു. അല്ല എനിക്ക് കിളക്കണോ ഇപ്പൊ? കിളക്കണോ? പന്നിയാണ് ഇവിടെ സുധാരൻ നോക്കുന്ന പോണ്ട. സുധാര എടാ, സുധാര ഞാനടാ വേലായുധനെ കണ്ടിട്ട് മനസ്സിലാവാതെ ഏക്കർ കണക്കാണ് നെല്ല് കൃഷി ചെയ്ത് നമ്മൾ ഇട്ടിരുന്ന ഇവിടെ. എടാ കൊയ്യാൻ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ ആയിരുന്നു. കൊയ്തെടുത്ത് ഇവിടെ ട്രെയിനിലാണ് പിടിച്ചോണ്ട് പോണ. ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. ട്രെയിൻ അത്രയ്ക്കും ലോഡ് കണക്കിന് സാധനമായിരുന്നു നമ്മളിവിടെ കൃഷി ചെയ്ത് നമ്മൾ ഇറക്കൊണ്ടിരുന്ന മൊത്തം. ഇപ്പം ആയിരിക്കും പയ്യ ഇവിടെ കിടക്കുന്നുണ്ടോ നമ്മുടെ ചങ്ക് ഇറങ്ങി പോവുക. പ്രതിഭേ ആ തെങ്ങി കയറി ഒരു ഇളനീരം കടത്ത് അടത്ത്. പ്രതിഭേ എടാ ആ തെങ്ങില്ലേ വേണ്ടേ ഇതിനകത്തോട്ട് കയറി ഒരെണ്ണം ഞാൻ അടത്തി പൂവിനെ കുടിക്കാൻ കിട്ടും. അടി ഇതെല്ലാം നമ്മുടെ തന്നെ അടത്തിക്കോ, ധൈര്യമായിട്ട് അടത്തിക്കോ. എന്റെ തൂമ്പെ കൊണ്ട് വരുന്ന എന്റെ രമ ഞാൻ വന്ന അറിഞ്ഞായിരുന്ന എന്റെ അടുത്ത് വലിയ കാര്യോ. ഇപ്പൊ കണ്ടാലും കൊച്ചാട്ടാന്ന് പറഞ്ഞ് വരും. വേണ്ട പോളോ അമ്മക്കിപ്പ ആളുടെ മനസ്സിലായില്ല. പണ്ടത്തെ ഒരു കട ഉണ്ടായിരുന്നു, അത് ഉച്ചയ്ക്ക് കിട്ടിയായിരുന്നു. ഇനി വയ്യ ഞാൻ ഇറങ്ങി വണ്ടി തടഞ്ഞു നിർത്തട്ടെ. ഞാൻ ഇറങ്ങാം. ഇറങ്ങി തടയാൻ പറഞ്ഞു. പോട്ടെ കയറ്റി പിടിച്ചോ. അവൻ പൊട്ടിക്കുന്ന അവളാ. ആ നമുക്കൊക്കെ മൂന്നാറ് പോയാല. അപ്പോഴോട് സംസാരിച്ച് സമയം പോയി ഇല്ലേ. ഓ ഇന്ന് ഭയങ്കര തണുപ്പ്. മനപ്രായം തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഒരാഴ്ച ഒരിക്കലേ കുളിക്കുന്നു. എന്തിനാ പറയാൻ വന്ന്? കഞ്ഞി പപ്പടം ചുട്ടതും വേണം. കഞ്ഞിയും വേണം, ഒരു പപ്പടം ചുട്ടതും ഒരു ഉണക്കമുളകും മതി. ഇതൊക്കെ എങ്ങനെ നിറച്ചിങ്ങനെ വെക്കുന്നേ? ഫാമിലി ബാഗ്. അപ്പാപ്പനില്ലല്ലേ? അപ്പാപ്പൻ വീട് ശ്വാസം വിട്ടപ്പോ വരും. ഭയങ്കര നടന്നില്ലേ കൊറേ, ഭയങ്കര മുട്ടുവേന. മുട്ടി തേക്കാൻ വല്ലതും ഉണ്ടാ? മക്കളെ കാലൊന്നും പിടിച്ചോടിക്കാണല്ലേ. നല്ല പിടി നല്ലത്. മുട്ടിനാട്ടോ വേന. മുട്ടിനാണ് കുട്ടികൾക്ക് നമ്മ കിടത്തി ഇറങ്ങിയല്ല തൊടിയണ്ട. എനിക്ക് എങ്ങനെ ഇരിക്കാം, നമുക്ക് ബോറടി ആവാം. എനിക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. ആ പ്രതിഭ നമുക്ക് തൊടിയണ്ണ കിടത്തി ഇറങ്ങാം. വാ ഞാൻ മതിയാക്കി. അല്ല നമുക്ക് നടന്നേ കടകൾ വരെ പോയി ചായ കുടിച്ചിട്ട് പിന്നെ നമ്മള് പുറത്തിറങ്ങി എല്ലാവരും മിണ്ടണ്ടേ, സംസാരിക്കണ്ടേ എല്ലാവരും. ഈ സൗണ്ടും ഇതാട്ടോ രാത്രി തിരുന്നേ. നല്ല അടിപൊളി ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും ചമ്മന്തി. നിങ്ങളാ കുടിച്ചാ? നമുക്ക് ചോറ് മതി. വെറുവായിക്കല് പറഞ്ഞ കൊള്ളാം. നല്ല നല്ല അപ്പോ പറ്റിച്ചതാ. ചമ്മന്തി കൂടെ അടിപൊളി. എന്തായാലും കേസ് രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ചലഞ്ചസ് നിങ്ങൾ കൂടെ താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് ഇതൊക്കെ ചെയ്യാം അല്ലേ. അത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണെന്ന് പറയും. ബൈ.